നമസ്കാരം മക്കളെ, ഇത് തേങ്ങ അരച്ച് വറ്റിച്ച മത്തിക്കറി. നമ്മൾ പല രീതിയിലും മത്തി വറ്റിക്കും. ഇത് തേങ്ങ അരച്ച് വറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു മോൾ ആവശ്യപ്പെട്ടായിരുന്നു ഈ തേങ്ങ അരച്ച് വറ്റിക്കുന്ന ഒരു മത്തിക്കറിയുടെ റെസിപ്പി ഒന്ന് കാണിക്കണേ അമ്മയെന്ന്. ഇതൊരു പഴയകാല രുചിക്കൂട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും അപ്പം കഴിക്കാനും പുട്ട് കഴിക്കാനും ഇടിയപ്പം കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല ഒരു കറിയാണ് കേട്ടോ. മത്തി കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും മക്കളെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ എന്നും ചെയ്യുകയുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും കഴിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം കാണുന്ന മക്കൾ ലൈക്കും കമൻറ്റും, ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ദാ ഇത് കണ്ടില്ലേ, നല്ല ഉരുണ്ട നല്ല ഇടത്തരം മത്തിയാണ് നമുക്കിതിന് ഈ കറി വെക്കാനായിട്ട് ആവശ്യം കേട്ടോ. അത്ര വലുതും ആവരുത്, അതേ ചെറുതും ആകരുത്. അപ്പം ഇതൊരു ഇടത്തരം നല്ല നല്ല പച്ച മത്തിയാണ്. അപ്പോൾ ഇത് വെട്ടുന്നതും കൂടെ ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞാൽ ഇതിന് മോള് കേട്ടോ. അപ്പോൾ ഇത് വെട്ടുന്നതിൻ്റെ വാലെ പിടിച്ചുകൊണ്ട് തല കീഴായിട്ട് ഇങ്ങനെ കുനിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ഇതിൻ്റെ ചെതമ്പലാണ് ഇങ്ങനെ കളയാം. അപ്പോൾ നമ്മുടെ ദേഹത്തൊന്നും ചെതമ്പൽ വീഴത്തുമില്ല, പെട്ടെന്ന് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതിനാണ്ട് ഈ ചിറകുണ്ടല്ലോ, പുറത്തിരിക്കുന്ന ചിറക് നമ്മൾ കത്രിക കൊണ്ട് ചിറകും വാലും നാണ്ട് ഇതേ ഇതിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ കത്രിക കൊണ്ട് ഇത് തല കണ്ടിക്കത്തില്ല കണ്ടോ. കണ്ടിച്ച രണ്ട് സൈഡും കൂടെ ഞെങ്ങിയിരുന്ന് ഈ മീൻ അങ്ങ് ചതഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കത്തി കൊണ്ട് തന്നെ നമ്മൾ തല കണ്ടിക്കത്തുള്ളൂ. ഇതേ രീതിയിൽ വാലെ പിടിച്ച് തല കുനിച്ച് നിർത്തിക്കൊണ്ട് ഇതേ രീതിയിൽ ചെതമ്പൽ കളയുന്ന രീതിയാണ് ഒരു രീതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടില്ലേ, ഒന്നുകൂടെ ഞാൻ കാണിച്ചിരുവാണ്. ചിറക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കത്രിക വെച്ച് ഞാൻ കണ്ടിക്കത്തില്ല കേട്ടോ, കണ്ടില്ല, അതാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ തല ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഊരി ഇങ്ങനെ ഇലിഞ്ഞെടുക്കുമ്പോൾ അതിനകത്തെ ബ്ലഡും അതിനകത്തിരിക്കുന്ന അഴുക്കും എല്ലാം ഇങ്ങനെ പോരും. കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് കിട്ടും കണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ ഈ തല മേളിൽ വെച്ചോണ്ട് വാല് താഴോട്ടുണ്ടാണ്ട് ഇതേ രീതിയിൽ നമുക്ക് ചെതമ്പലെടുക്കാം. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ചെതമ്പലെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലും എടുക്കാം. എന്നിട്ട് നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ വാലും ചിറകും കട്ട് ചെയ്തിട്ട് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വലിച്ചൂരിങ്ങി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ അതിനകത്തുള്ള അഴുക്കെല്ലാം ഇങ്ങനെ ഒട്ടും ബ്ലഡും അഴുക്കും ഒന്നും അതിനകത്തില്ല. പിന്നെ നമ്മൾ ഈ കത്രിക ഇല്ലാത്തവർ വെട്ടുന്നതാണ്ട് ഇങ്ങനെ ഇതേ രീതിയിലോ കുനിഞ്ഞ് നിർത്തിയോ നമുക്ക് ചെതമ്പൽ കളയാം. അത് നമ്മുടെ പിച്ചാത്തി കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ചിറക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആ രീതിയാണിത് കേട്ടോ. കത്രിക ഇല്ലാത്തവർക്ക് കണ്ടില്ല, ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കത്രികയുണ്ട്. വാലും ഇതേ രീതി കട്ട് ചെയ്ത് നമ്മൾ തല ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചിട്ട് നമ്മൾ ഇലിഞ്ഞിങ്ങെടുക്കും. അകത്തുള്ള ബ്ലഡും അതിനകത്തുള്ള കുടലും എല്ലാം ഇങ്ങനെ പോകുന്നുള്ളൂ കണ്ടില്ലേ. എന്നിട്ട് ആ വയറും കട്ട് ചെയ്ത് കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ, കണ്ടില്ലേ. അപ്പം നമ്മളിതെല്ലാം ഇങ്ങ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. വെട്ടിയെടുത്തതിനകത്തുണ്ട് ഒരു തുള്ളി പോലും ബ്ലഡും അഴുക്കും ഒന്നുമില്ല. നമ്മൾ ആ ഇലിഞ്ഞെടുക്കുന്ന രീതി കൂടെ വെട്ടിയെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാൻ പറ്റും. ഉപ്പിട്ട് തേച്ച് കഴിയൊക്കെ വെച്ചാണ് കേട്ടോ. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 ഉള്ളിയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മളുടെ കറിക്ക് ചേർക്കാനായിട്ടുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയാണ് ഞാൻ ചിരകി വെച്ചിരിക്കുന്നത്. തേങ്ങയുടെ കൂടെ 5-8 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കുന്നതിന് വേണ്ടിയാണ്, അരപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കണക്കാക്കി മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറഞ്ഞ ചടമുളകാണ് ഇത്. പിന്നെ മല്ലി നമ്മൾ 1 ടീസ്പൂണേ എടുക്കുന്നുള്ളൂ. നമ്മൾ മല്ലി അതേ ഉപയോഗിക്കരുത് കേട്ടോ, മല്ലി ചുവയുണ്ടാവും. അപ്പോൾ നമ്മളിതിനകത്ത് തേങ്ങയും കൂടെ ചേർത്ത് നമ്മുടെ ആ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നമ്മൾ തരിതരിപ്പോടുകൂടി അരയ്ക്കണം. നല്ല ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കേണ്ട, തരിതരിപ്പോടുകൂടി നമുക്കിത് അരച്ച് കൊണ്ടുവരുന്നുണ്ട്. തരിതരിപ്പോടുകൂടി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മീൻ വറ്റിക്കുന്നതിന് ഇങ്ങനെയാണ് അരയ്ക്കുന്നത് കേട്ടോ, തേങ്ങ അരച്ച് വറ്റിക്കുന്നതിന്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കാനായിട്ടൊരു 3 കുടംപുളി, ഭയങ്കര പുളിയുള്ള പുളിയാണിത് കേട്ടോ. നമ്മൾ ആദ്യം പുളിയൊക്കെ വാരിയിട്ടാൽ ഭയങ്കര പുളിയായിരിക്കും. അത് നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചപ്പം ചട്ടി ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാം, ചട്ടി പൊട്ടുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചട്ടി ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ വെളിച്ചെണ്ണയും ചൂടും. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ചൂട് പൊട്ടത്തില്ല. ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് ഉലുവ 1/4 ടീസ്പൂൺ ഉലുവ, ഇഞ്ചിയും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് മൂപ്പിച്ചായിരുന്നു. അതിലേക്ക് പച്ചമുളകും ചേർത്ത്. അപ്പോൾ ആ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി കേട്ടോ. ഉലുവായും നമ്മുടെ വട്ടവരിഞ്ഞ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം, വെന്ത് പറ്റണം. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, അരയോ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. പിന്നീട് ഉപ്പ് ചേർക്കാം. അത് അടച്ച് വെച്ചും തിളയ്ക്കുന്നിടം വരെ. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ
നമ്മളങ്ങ് ഇട്ട് കൊടുക്കുവാണ്. കട്ട് ചെയ്യുന്നില്ല കേട്ടോ. വറ്റിക്കുന്നതിന് ഇതേ രീതിയിൽ തന്നെ നീളത്തിലിട്ടാണ് നമ്മൾ മുളകിനകത്തും ഒക്കെ വറ്റിക്കുമല്ലോ, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ തേങ്ങ അരച്ചും വറ്റിച്ചെടുക്കുന്നത്. കണ്ടില്ല, ആവശ്യത്തിന് കറിവേപ്പില ഇട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് കണ്ടില്ലേ, ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം, ഇതിന് വെന്ത് വറ്റി വരണം. അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് കുറഞ്ഞ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിന് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് അടച്ചു വെച്ച് ഇതേ രീതിയിൽ അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്, കണ്ടില്ലേ, തുറന്ന് നോക്കി ചുറ്റിച്ച് കൊടുക്കണം. കണ്ടില്ലേ, നമ്മുടെ മീൻ ഇവിടെ വെന്ത് കുറുകി പറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നുകൂടെ ഇരുന്നങ്ങ് കുറുകും കേട്ടോ. വളരെ ടേസ്റ്റാണ് മക്കളെ, ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ടൊന്ന് ചുറ്റിക്കാൻ നമ്മളിതിനകത്തിനും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. സാധാരണ നമ്മൾ കടുവല്ല, നമ്മുടെ ഉലുവ മൂപ്പിക്കാനായിട്ട് ഉലുവായും ഇഞ്ചിയും ചെറിയ ഉള്ളിയും മൂപ്പിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്താണ് അത് മൂപ്പിച്ചത്. അപ്പോൾ പിന്നെ ഇനി ഇതിൻ്റെ പുറത്തിനിയും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. ഇതേ രീതിയിൽ വെച്ചാൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട. അപ്പോൾ ഒരു തവണയെങ്കിലും മക്കളെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി, ചോറ്, പുട്ട്, ഇടിയപ്പം, അപ്പം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ ദോശയുടെ കൂടെ ഒന്നും മീൻ കഴിക്കില്ല കേട്ടോ. ഈ ഉഴുന്ന് ചേർന്ന പലഹാരത്തിലൊന്നും നമ്മൾ മീനോ ഇറച്ചിയൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോടുള്ള നല്ല കറിയാണ് കേട്ടോ. അപ്പം എല്ലാവരും അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഓളെന്ന ഓപ്ഷന് അതുപോലെ ഹൈപ്പ് ഒക്കെ ചെയ്യണം കേട്ടോ. അതാണ്ട് ചോറ് കഴിക്കുകയാണ്. ഇത് കൂട്ടി ഇതൊരു ശകലം ചാറ് മതി, ഒന്ന് തൊട്ട് കൂട്ടിയാൽ മതി, അത്രയ്ക്ക് രുചിയാണ് കേട്ടോ മക്കളെ. ഇത് ഉണ്ടാക്കി കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതല്ലേ മക്കളെ. എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം.